വളരെ ഗഹനവും വളരെയേറെ അർത്ഥവത്തായതുമായ ഈ വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല എന്ന് ജോലികളായ നിങ്ങൾക്ക് തന്നെ അത് അറിയാം. എന്നിരുന്നാലും ഒരു ചെറിയ അവലോകനത്തിലൂടെ ഞാൻ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ശൈഖും തരീഖത്തും അതാണല്ലോ നമ്മുടെ വിഷയം. ഈ ശൈഖും തരീഖത്തും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ശൈഖും ശരീഅത്തുമാണ്. ഈ ശൈഖും തരീഖത്തും എന്ന് പറയുമ്പോൾ ഈ തരീഖത്തിനാണ് പ്രാധാന്യമെന്ന് പലരും തോന്നിപ്പോവും. പലർക്കും അത് മനസ്സിൽ വരുന്നത് തരീഖത്ത് എന്തോ ഏറ്റവും വലിയ മഹത്തായ സംഭവമാണെന്ന്. എന്നാൽ ശൈഖും ശരീഅത്തും അതാണ് യാഥാർത്ഥ്യം. കാരണം വിശുദ്ധ ഖുർആനും മറ്റ് വേദഗ്രന്ഥങ്ങളുമെല്ലാം തന്നെ ഈ ലോകത്തെ പഠിപ്പിച്ചത് ശരീഅത്തിനെ കുറിച്ചാണ്. ഖുർആൻ തന്നെ അത് വ്യക്തമാക്കി പറയുന്നത് ശറഅ അല്ലാഹു ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക. ശറഅ അല്ലാഹു ശരീഅത്താക്കി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു, തരീഖത്താക്കി തന്നു എന്നല്ല. ശറഅ അല്ലാഹു ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിന് എന്താണോ ശരീഅത്താക്കിയതെങ്കിൽ അത് തന്നെ നിങ്ങൾക്കും ഞാൻ ശരീഅത്താക്കി നിശ്ചയിച്ചു തന്നു. അപ്പോൾ ശരീഅത്താണ് ഖുർആൻ എടുത്ത് പറയുന്നത്. മറ്റൊരായത്തിൽ വകുല്ലൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജാ, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ശരീഅത്ത് അല്ലാഹു നിശ്ചയിച്ചു തന്നു, ഒരു വഴി. മിൻകും എന്ന ഖിതാബ് മുർസലീങ്ങളോടാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും അല്ല. മുഫസ്സിറുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. വകുല്ലൻ ജഅൽനാ മിൻകും അൽ മുർസലീൻ, മുർസലീങ്ങളോടാണ് ഈ പറയുന്നത്. അപ്പൊ ശരീഅത്താണ് പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചത് എങ്കിൽ ഈ ശരീഅത്തിന് വേണ്ടിയാണ് ഒരു ശൈഖ് വേണ്ടത്, തരീഖത്തിനല്ല. ഒരു ശൈഖ് വേണം എന്ന് പറഞ്ഞത് ശരിയാ. ഒരാൾക്കൊരു ശൈഖ് വേണം എന്ന് പൊതുവെ പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്, വാസ്തവമാണ്. അല്ലാഹു തആല പറഞ്ഞതാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ വസീലയെ തേടണം അല്ലാഹുവിലേക്ക്. വസീല എന്ന് പറഞ്ഞാൽ ഉലമാഉൽ ഹഖായിഖ്, യഥാർത്ഥം മനസ്സിലാക്കിയ ഉലമാക്കളും. അപ്പൊ യഥാർത്ഥം മനസ്സിലാക്കിയ ഉലമാക്കൾ എന്ന് പറയുമ്പോൾ ആ ഉലമാക്കൾക്ക് ഇവിടെ ചില ആളുകൾ അർത്ഥം പറയും. ആ അർത്ഥം പറഞ്ഞോർത്താണ് പെശകിയത്. ഈ ഹഖീഖത്തിന്റെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ലാഹിരിയായ നിയമങ്ങൾക്ക് അതീതമായി കുറെ ജൽപ്പന നിയമങ്ങൾ പഠിച്ചു വരുന്ന ഒരു വിഭാഗം എന്നർത്ഥം പറഞ്ഞു. അങ്ങനെ പറയുന്ന അത്തരം ഉലമാക്കൾ അവരുടെ പറയൽ എന്താ? അവർ പറയുന്നത് ശരീഅത്തിൽ നിൽക്കുന്ന സാധാരണ ഉലമാക്കൾ അഥവാ എന്ന് പ്രബോധന രംഗത്ത് നിൽക്കുന്ന ഉലമാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, അവർക്ക് ഹഖീഖിയായ വിജ്ഞാനം കിട്ടിയിട്ടില്ല. വിജ്ഞാനങ്ങൾ യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ കിട്ടിയത് ഈ തരീഖത്തിന്റെ ശൈഖന്മാരായി ഞങ്ങൾ അംഗീകരിക്കുന്ന ഇത്തരം ആളുകൾക്കാണ് എന്നുള്ള ഒരു ജൽപ്പനം. എന്നാൽ ഹഖീഖിയായ ആലിം എന്ന് പറഞ്ഞാൽ എന്താ?
ഉലമാ ഉൽ ഹഖീഖത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ തന്നെ അവരെ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനത്തുഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞ അതേ ഖുർആൻ ആരെയാണ് വസീലയാക്കേണ്ടതെന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളോട് കൂടെയാവണം. ആരാണ് സാദിഖ്? സാദിഖ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീന ഇസ്തവത് ലവാഹിറുഹും വബവാതിനുഹും. തഫ്സീർ ഖുർത്തുബി എന്താ പറയുന്നത്? പ്രത്യക്ഷവും പരോക്ഷവും ലാഹിറും ബാത്തിനും സമമായ ആളുകൾ. ലാഹിറിൽ എന്താണോ അത് തന്നെയാണ് ബാത്തിനിലും. അല്ലാതെ ജനങ്ങളുടെ ഇംഗിതത്തിന് വേണ്ടിയോ റിയാഇന് വേണ്ടിയോ ജാഹിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നവരല്ലാത്ത, ലാഹിറും ബാത്തിനും തുല്യമായി കൊണ്ടു നടക്കുന്ന എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരു മുഖം, താൻ ഒറ്റപ്പെടുമ്പോൾ മറ്റൊരു മുഖം, മുരീദന്മാർക്കിടയിൽ ഒരു മുഖം, സാധാരണക്കാരിൽ മറ്റൊരു മുഖം, മറ്റുള്ള വിഭാഗത്തിലേക്ക് മറ്റൊരു മുഖം, അങ്ങനത്തെ മുഖമില്ലാത്ത, ഇരട്ട മുഖമില്ലാത്ത, സദാസമയത്തും സദാ ടൈമിലും എല്ലാ അവസ്ഥയിലും ഒരേ മുഖം മാത്രമുള്ള ആളുകളാണ് സാദിഖീങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വസീല വേണം. ഈ വസീല എന്തിനാ? ഇത്തഖുല്ലാഹ, തഖ്വക്ക് വേണ്ടിയിട്ടാണ് വസീല വേണമെന്ന് പറഞ്ഞത്. തഖ്വക്ക് വേണ്ടിയിട്ട്.